കിടിലൊരു സാധനം കണ്ടറാ. എടാ മോനെ നോക്കടാ, സാധനം നോക്കടാ. 1 2 3 എത്രടാ? 1 2 3 4 5 6. മോനെ എടാ നമ്മളെ റോഡ് വിട്ടുപോയോ? സംസാരിച്ച് റോഡ് വിട്ടുപോയോ എന്ന് എനിക്കൊരു സംശയം. സാധനം കാനങ്ങാടെത്തണം. വണ്ടിന്റെ ഓഡോമീറ്റർ ഒന്ന് കാണിച്ചു കൊടുത്തത്. വണ്ടിക്ക് ഓഡോമീറ്റർ സ്പീഡോമീറ്റർ ഇല്ലടാ. ഓഡോമീറ്റർ ഇല്ല, സ്പീഡോമീറ്ററിന്റെ സ്പീഡ് കാണിക്കുന്നില്ല. സംഭവം രസം കേട്ടോ. വണ്ടി വൃത്തിയില്ലെങ്കിലും സാധനം രസമുണ്ട്. പിന്നെ വണ്ടി ഈ ലാസ്റ്റ് പീക്ക് ടൈമിൽ നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് കിട്ടി. അപ്പൊ നമ്മള് പോകുന്നെന്ന് പറഞ്ഞാല് കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്യാൻ. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് കാസർഗോഡിന്റെ ഭൂമിയിലേക്ക് കാലുകുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്ന് കണ്ടുവരാം. 5 വർഷം മുന്നേ എന്നെ ഇവിടെ ആക്കി തന്നിട്ട് പോയ കുറച്ച് ആൾക്കാരെ. അതിന് ശേഷം ഞാനിവിടെ ആയിപ്പോയി. 5 കൊല്ലേ തീരുന്നില്ല പുല്ല്. അതിവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ലൈക്ക് എന്തുകൊണ്ടും ആഫ്റ്റർ ദിസ് നമുക്കൊരു സംഭവം വേണ്ടടാ. കുറച്ച് കാലമില്ലേ ഇവിടെ വന്നിട്ട്. പോയിട്ട് നോക്കാം. എന്തായാലും നമ്മൾ ലേറ്റ് ആയി. എന്താ പറയാൻ പോകുന്നത് നമുക്കറിയില്ല. പിന്നെ 2 കോസ്റ്റ്യൂം ഉണ്ടായാലും സൂപ്പർ ആയിരിക്കും. നല്ല അഭിപ്രായമായിരിക്കും വരുന്ന ആൾക്കാർക്ക്. ഇതൊന്നും കുഴപ്പമില്ല. ഒരു സാധനം കാണിച്ചു തരാം. അപ്പുറത്ത് നോക്കി കേട്ടോ. കാറ്ററിങ്ങിന് പോയി. കാറ്ററിങ്ങിന് അയ്യോ, ഞാൻ എന്റെ റൂമിൽ നിന്ന് ഡ്രസ്സ് മാറ്റി, ഇവന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറ്റി. അന്ന് നോക്കുമ്പം 2 ആളും ഒരു ഇഷ്ടപ്പച്ച കളർ ഷർട്ടും കറുപ്പ് പാന്റും. എവിടെ പോയാലും ഒരു കൂട്ടുകാരൻ കാണും. എല്ലാവർക്കും ഇതുപോലത്തെ ഒരു കൂട്ടുകാരൻ കാണും. എന്റെ നാട്ടിലൊരുത്തനുണ്ട്, ഇവിടെ ഒരുത്തനുണ്ട്. ആ നാട്ടിലൊരുത്തന്റെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ മേള് സാധനം കൊടുക്കുക. അവിടുന്ന് അടുത്ത ഫസ്റ്റ് വീഡിയോ ഉണ്ടോ അവിടെ ഉണ്ടാവും. വേർത്ത് തുടങ്ങി കേട്ടോ. ഹനുമാൻ ഗിയറുള്ള ഓൾട്ടോ 800 പോകുമ്പോ AC ഇടാൻ പറ്റില്ല. അതിന്റെ പ്രശ്നം. ഗ്ലാസ് പൊക്കാൻ വേണ്ടിട്ട് ബാക്കിൽ ഒരാൾ പോയി ഇരിക്കണം. എന്നാലേ ഗ്ലാസ് വെക്കാൻ പറ്റുള്ളൂ. സംഭവം അടിപൊളിയാ. കാസർഗോഡ് റോഡ് അടിപൊളിയാക്കി കേട്ടോ. സെറ്റാ. ഫ്രീ ആയിട്ടുള്ള ആൾക്കാര് വെറുതെ വരിക, കാസർഗോഡ് വണ്ടി ഓടിച്ചിട്ട് തിരിച്ചു പോവുക. നല്ല രസമാണ്. അനിയനെ ടാൻ അടിച്ചിട്ടില്ലെന്ന് പറയുന്നിട്ട് കുറച്ച് ടാൻ അടിപ്പിക്കാം. അനിയനെന്താ, അനിയന്റെ ഫൺ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഹോസ്റ്റൽ. വെറുതെ റൂമിൽ ഇരിക്കുക. അവന്റെ ഏറ്റവും ലൈഫിൽ അവൻ എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയം എന്ന് പറഞ്ഞാല് ഫ്രീ ആയിരിക്കുന്ന സമയം ഹോസ്റ്റലിൽ വരിക, എന്നിട്ട് അവിടെ ഇരിക്കുക വെറുതെ. അതാകുമ്പം വീട്ടുകാരില്ലല്ലോ, ആരും പറയുകയും ചെയ്യില്ല. ഞാൻ അവനൊന്നും പറയൂല. 3 മണി വരെ 4 മണി വരെ ഫോൺ ഉപയോഗിക്കുക, കിടന്നുറങ്ങുക, സുഖമായിട്ട് ജീവിക്കുക. ഫുഡിന് ഫുഡ്, ഫോണിന് ഫോണ്, നെറ്റിന് നെറ്റ്. ആരും ഒന്നും പറയുകയും ചെയ്യില്ല. ആ പിന്നെ ആള് ഇൻവെർട്ടറാ. അതിനെ വ്ളോഗിൽ എടുക്കാൻ നോക്കാം. അടിപൊളിയാ. ഒരു പരീക്ഷ എഴുതിയിട്ട് വന്നിട്ടേ ലൈഫിൽ ഫസ്റ്റ് ഫെയിലിയർ ഫേസ് ചെയ്ത അതിന്റെ സങ്കടത്തിലാ. ആ സങ്കടം മാറ്റാനാണ് ഇന്ന് വരുന്നത്. എത്ര പരീക്ഷ അടക്കും, എത്ര പോക്കും, എത്ര ജയിക്കും നമ്മളൊക്കെ തന്നെ. ആ പേപ്പർ അവനിക്കെല്ലാം അറിയടാ. അവന് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് പറ്റും. അത് കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിച്ചിട്ടേ ഉള്ളൂ. എത്ര ആൾക്കാരെ കൺവിൻസ് ചെയ്ത്. അതിനെ കൺവിൻസ് ചെയ്തതും നമ്മള് സി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോ സാറേ ഒരു 10-15 പോലീസുകാര് ഞങ്ങളെ വണ്ടി ബ്ലോക്ക് ചെയ്ത്. വണ്ടിക്ക് PUC ഉണ്ടോ? ഉണ്ട്. PUC ഇവിടെ കാണിക്കും. സാറേ PUC വീട്ടില്. അപ്പഴത്തേക്ക് രാത്രി 2 മണിക്ക് നമ്പർ പ്ലേറ്റ് മാറ്റണം എന്ന് പറയാം അങ്ങേര്. എന്നോട് വണ്ടി കഴിയണം. ഇവനോട് വണ്ടി കഴിയാനും എൻ്റെ അടുത്ത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റാനും. എന്തോ ഭാഗ്യത്തിന് ഞാൻ എന്ത് ചെയ്ത് അതാ പോലീസുകാര് പോകാർക്ക് എപ്പോഴും 100 ആയിസാടാ. എനിക്ക് പേടിയാ.
റോഡ് അടച്ചേക്കുന്നു. അപ്പൊ നമ്മള് വളച്ചിരിക്കുന്നു. ഇനി വീട്ടുകാരെ വിളിച്ചിട്ടെ അപ്പുറത്ത് വരാൻ പറയും. എടാ ഇതാണോ ഈ വഴി? ഈ ബൈക്ക് പോകാൻ ആ റോഡൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് കേട്ടോ റോഡ്. ആ ആ ആ സൂപ്പറാ റോഡ് കണ്ടോ? ഇതാണ് കാനങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള തൽക്കാലത്തെ റോഡ്. ഔ ഓണ് തന്നെ കേട്ടോ. എല്ലാരും തിരിഞ്ഞു നോക്കാം നമ്മളെ വണ്ടി. ഏതാ വണ്ടി നോക്കി. വണ്ടി പുറത്തുനിന്ന് കാണിച്ചിരുന്നുണ്ട്. സൂപ്പറാ. അങ്ങനെ ചോദിച്ചാ വൃത്തിയാക്കി തരണം. പിന്നെ നമുക്ക് സമയമില്ലാത്തോണ്ടേ നമ്മള് വേണ്ടെന്ന് പറഞ്ഞു. ഗായ്സ് അവിടെ നിൽക്കുന്നുണ്ട് ഗായ്സ്. വെയിറ്റ് ചെയ്യുന്ന കാണിച്ചുതരാം. അടാ അവിടെ ഒന്ന് ഇതാക്കിയ നീ കാണിച്ചുതരാം. ഇവരല്ലേ സോറി ഇവരല്ല. അതുണ്ടോ അവിടെ നിൽക്കുന്നുണ്ടോ? ബാഗ് എടുത്തിട്ട് കണ്ണടയൊക്കെ വെച്ചിട്ട് അതാണ് ആൾക്കാര്. ഞാനോണം ഞാനോണം സ്ഥലമില്ലല്ലോ. ലേറ്റായി. गाड़ी मिलने में टाइम लग गया. बाहर की क्या नाम है? हाँ സബ്ടൈറ്റിലൊന്നും കൊടുക്കില്ല കേട്ടോ. സർപ്രൈസ് വിറ്റ് തന്നു ഉമ്മ അനിയനും. വന്നിട്ട് ഞാൻ നോക്കുമ്പോ ഫസ്റ്റ് ഇയർ അല്ലേ, സീനിയേഴ്സ് എല്ലാവരും ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുമ്പോണ്ട് ആരിഫ് വിളിക്കുന്നു. ആരിഫ് വിളിച്ചിട്ട് പറഞ്ഞ് സൈഫ എന്റെ ഉമ്മ വന്നിട്ടുണ്ട് പറഞ്ഞേ. ഞാൻ പുറത്തുപോയി കണ്ടോളാന്ന് പറഞ്ഞപ്പോ പറയാ അല്ല റൂമിൽ ഇരിപ്പുണ്ട്. റൂമിൽ പോയി നോക്കുമ്പോ ഇവരുണ്ടാവും അവിടെ ഇരിക്കുന്നു. റൂമിൽ പോയി ഇവരെല്ലാം കണ്ട് ഇതെല്ലാം കഴിച്ച് തിരിച്ചു കയറ്റി വിട്ട്. കാനങ്ങാട് വന്നിട്ട് തിരിച്ചു കയറ്റി വിട്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാ എന്റെ പേഴ്സും എന്റെ ആധാർ കാർഡൊക്കെ കളഞ്ഞു. അപ്പം മോന് വേണ്ടിട്ട് ഉമ്മ കുറച്ച് പൈസ കൊണ്ടുവന്നായിരുന്നു. എത്രയാണെന്ന് പറഞ്ഞു കൊടുത്തേ ശരിക്കും? 10,000 ഉറുപ്പ്യന്റെ മേലെ കൊണ്ടുവന്നെയാ. മോൻ എന്തെങ്കിലും ആവശ്യം വന്നാലോന്ന് വിചാരിച്ചിട്ട്. എന്നിട്ടോ വന്നില്ല, തിരിച്ചുകൊണ്ടുപോയി. ആ പൈസ കളഞ്ഞ്. അതിനുശേഷം ഇന്ന് ആദ്യമായിട്ട് വരുന്നത് അല്ലേ? ആ അടക്കാടെത്തിട്ടോ, നാട്ടിൽ കണ്ണൂരെത്തിയിട്ട്. അതും വീട്ടിന് അവിടെ എത്തിയിട്ട് 1 കിലോമീറ്റർ ഇപ്പൊ എത്തിയിട്ടാണ് കളഞ്ഞത്. കറക്റ്റ് പറഞ്ഞതോ കോമഡിയാ. എനിക്ക് തരാൻ കൊണ്ടുവന്നേ, പക്ഷെ എനിക്ക് തരാണ്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് അവിടെ എത്തിയപ്പം ഓർമ്മ വന്നു എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ 11 സംതിങ് ആധാർ കാർഡ് കളഞ്ഞ്. ഇന്ന് കാര്യമായിട്ട് മാറ്റിയിട്ടെല്ലാം വന്നതാ. ഇന്നലെ രാത്രി വീഡിയോ കോൾ ചെയ്ത് ചോദിച്ച് ഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചോദിച്ചിട്ട് ബേക്കൽ ഫോർട്ട് എത്തി. പക്ഷെ ഇവിടെ കിടിലൊരു സാധനം കണ്ടറാ. എടാ മോനെ നോക്കടാ സാധനം നോക്കടാ. 1 2 3 എത്രടാ? 1 2 3 4 5 6. മോനെ ചേടാ സാധനം തന്നെ. ഇത് നോക്കടാ സാധനം നോക്കടാ. അതിന്റെ ഉമ്മ ചോദിക്കുന്നേ ഇതിന്റെ ലക്ഷ്യങ്ങൾ എത്രയാന്ന്. എനിക്ക് മേടിച്ചു തരാനാന്ന് തോന്നുന്നു. എക്സ്പെക്ട് ഫോർ ഗുഡ്. എടാ മോനെ ബോയ്സ് ഡ്രീംസ്. അവിടെ ഹെൽമെറ്റ് നോക്കടോ. കിണ്ണം കാച്ചി സാധനം. ഇതിന്റെ ഫിൽറ്റർ നോക്കി, എയർ ഫിൽറ്റർ നോക്കി. എല്ലാം മോഡിഫൈഡ് കേട്ടോ. മറ്റേ എക്സ്ട്രാ എയർ ഫിൽറ്റർ. സൂപ്പർ. ഉമ്മയും അനിയനെയൊക്കെ നോക്കി നോക്ക. സംഭവം എന്ന് പറഞ്ഞാലേ എനിക്ക് മേടിച്ചാലുള്ള പ്ലാൻ ഫുൾ പ്ലാൻ അതാ ഡിസ്കസ് ചെയ്ത്. ഉമ്മ പറയുന്ന സ്കൂളിൽ നിന്ന് വന്നേ. ഇന്നാണ് ഞായറാഴ്ച. നോട്ടെ അവിടെ മദർസിന്ന് വന്നല്ലേ. എന്തുണ്ട് യൂട്യൂബറാന്ന് ചോദിച്ചാല് കുറച്ച് ചെറുതായിട്ട്. പിള്ളേരൊക്കെ യൂട്യൂബറാണ്. കോപ്പി സംഭവം. ഉമ്മ കുറച്ച് ദിവസമായിട്ട് കന്നഡന്റെ നോസ് പാഡ് ഈ സാധനം മാറ്റി തരുമെന്ന് ചോദിച്ചിട്ട് കുറെ ദിവസം ഇളകത്. ഉമ്മക്ക് പുതിയൊരു കന്നഡം കൊടുത്ത്. കോട്ട ഒരു വെയിൽ. 12 മണിയാ എന്തോ 11:55. കപ്പിൾ കോൾച്ച് ഇട്ടിട്ട് വരാൻ പറഞ്ഞ ഡ്രസ്സ് വേറെ ഏതോ
ഇട്ടുകൊണ്ട് വന്ന ഡ്രസ് സാറേ എവറി മാൻസ് ഡ്രീം സംഭവം കണ്ടോ സൂപ്പറല്ലേ എവറി മാൻസ് ഡ്രീം എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഉപ്പയും ഉമ്മേനെയും കാണാനില്ല ഇവരിവിടെ ഇവിടെ ഇവിടെ ഉണ്ട് ഇതിനുള്ളിലുണ്ട് ഇതാ നിൽക്കണ രണ്ടാള് കടലും കണ്ട് നിൽക്കുന്നുണ്ട് നമുക്കൊക്കെ ഉണ്ടാവും ഇവിടെ ബ്രേക്കിംഗ് ന്യൂസ് ഇവനുണ്ട് എനിക്കില്ല സേഫിന് ശേഷമായിരിക്കും ഷെയ്ഫിന് ശേഷമായിരിക്കുന്ന ഷെയ്ഫിന് ശേഷം വീട്ടിൽ നിക്കാക്കാന്ന് വിളിക്കുന്ന സേഫ് സൂപ്പറാ ഈ എവിടെ കാണുമ്പോ സൂയിസൈഡ് തോന്നുന്നുണ്ടോ പെട്ടെന്ന് എല്ലാം മറ്റേ സൂയിസൈഡ് പോയിന്റ് സ്ഥലങ്ങളാണ് നമുക്കൊന്നും അറിയാത്തോണ്ട് കുഴപ്പമില്ല നമുക്കൊന്നും മനസ്സിലാവില്ല സിമ്പിൾ ചിരിക്കുക ഇവിടെയും ആംഗിളും ആൻറ്റിയും ഫുൾ എൻജോയ്മെന്റ് ഇതിനും വയസ്സായെന്ന് പറയുന്നത് ഡേറ്റ് ഉണ്ടോ ഞാൻ ഓണാക്കിയിട്ടില്ല ഡേറ്റ് ഉണ്ടോ 19 ഫെബ്രുവരി 2021 കൂട്ടറേ നല്ലതായി ഓടിക്കറേ സ്ട്രൈറ്റ് പോറേ സൈക്കിൾ ബാലൻസ് ഇറക്കുക ഒന്ന് കാണിച്ചു കൊടുത്തേ ചെറുക്കൻ അവനെ തന്നെ നോക്കാനുള്ള സാധനങ്ങൾ അവൻ തന്നെ എടുത്തു തരും നോക്കി പാമ്പിന്റെ കൂടെ സീന കണ്ണൊക്കെ നോക്കിയാ ഇപ്പൊ മറ്റേ ഇതായിട്ടുണ്ട് തേനീച്ചായിട്ടുണ്ട് കണ്ണടയുണ്ട് ചെന്തറാക്സ് സാധനം സൂപ്പറാ കൊറേ നേരമായി വെയിറ്റ് ചെയ്ത് ഇവര് എവിടെടാ അതാ വരുന്നുണ്ട് ബേക്കൽ ഫോർട്ട് കണ്ട് മറ്റേ ബോംബെ ഫിലിമോ ഏതോ സിർഫും കണ്ടിട്ട് ഉമ്മ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞു കേരളത്തില് റീലിവ് ചെയ്യായി ഇവര് മൊമെന്റ് കപ്പിൾസ് ആയിട്ട് നമ്മളെ പുറത്താക്കി ടർബോ ഉണ്ട് ടർബോ കണ്ടാ സ്പോൺസർ ചെയ്ത സാധനം ഹോട്ട് പിടിച്ച് മേടിച്ചാൽ പറഞ്ഞപ്പോ ഉമ്മ മേടിച്ചെന്നെ അത് ഒരെണ്ണം സംഭവം കണ്ടാ ചെക്കൻ പോകുന്നുണ്ടാ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം അതാ ഉമ്മാൻ്റെ അടുത്ത് ഉമ്മ മേടിച്ചതില്ല വീഡിയോന്റെ ലെങ്ത് കുറച്ച് കൂടിപ്പോയി ഫുൾ ഡേ എടുത്തോണ്ടേ നമുക്ക് മറ്റേ വീഡിയോയിൽ സാധനം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ എൻ്റെ ക്യാമറാമാനും എഡിറ്ററായ ടർബോ എന്ത് ചെയ്തു പുതിയ സാധനം പറഞ്ഞു നമുക്ക് രണ്ടായിട്ട് എടുക്കാം വീഡിയോ അതുകൊണ്ട് പകുതിയായിട്ടിട്ട് ഇനി അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം 2 ദിവസത്തിന് വേണം അത്രയും ടൈം വേണം അവനെ എഡിറ്റ് ചെയ്യണമെന്ന് ബാക്കി ഇന്ന് രാത്രി ഉറങ്ങാണ്ട് എഡിറ്റ് ചെയ്ത് തരുന്നാ പറയുന്നത് അല്ലേ അല്ലേ വേറൊരു ക്യാരക്ടർ ഉണ്ട് ആ ക്യാരക്ടറിനെ ഇപ്പം കാണിക്കാൻ പറ്റില്ല ഇവിടെ ഇത് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ഷവർമ അടിച്ചത് അപ്പൊ ബൈ